ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ദീർഘനാളത്തെ വിദേശ സഞ്ചാരത്തിന് ശേഷം മടങ്ങി വന്ന ഒരാൾ മറുനാട്ടിൽ നിന്നും കൊണ്ടുവന്നതായ ഒരു പേടകം തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി നൽകി. ഇരുളിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു വിശേഷത അതിനുണ്ടായിരുന്നു. സന്തോഷത്തോടെ ഭാര്യ ആ സമ്മാനം സ്വീകരിച്ചു. പെട്ടി ഭദ്രമായി സൂക്ഷിച്ചു. രാത്രിയായപ്പോൾ പേടകം പ്രകാശിക്കുന്നത് കാണുവാനായി കിടക്കമുറിയിൽ എടുത്തു വെച്ചു. എന്നാൽ അതിൽ നിന്ന് പ്രകാശമോ തിളക്കമോ ഒന്നും തന്നെ പുറപ്പെട്ടില്ല. ശോഭത്തോടെ ആ സ്ത്രീ അതെടുത്ത് കുപ്പയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അന്ന് രാത്രിയും പകലും ഭർത്താവിനോട് പിണക്കത്തിൽ കഴിഞ്ഞുകൂടി. അടുത്ത രാത്രി അവൾ ചിന്താകുലത്തോടെ പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ കുപ്പയിൽ എന്തോ കിടന്ന് പ്രകാശിക്കുന്നത് കണ്ടു. വേഗം ഓടിച്ചെന്ന് അതെന്താണെന്ന് നോക്കിയപ്പോൾ താൻ എറിഞ്ഞു കളഞ്ഞതായ പേടകമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ സന്തോഷത്തോടെ അതെടുത്ത് മുറിയിൽ സൂക്ഷിച്ചു. പേടകം രാത്രി മുഴുവൻ പ്രകാശിച്ചു കൊണ്ടിരുന്നു. രാവിലെ ഭർത്താവും ഭാര്യയും കൂടെ പേടകം പരിശോധിച്ചപ്പോൾ അജ്ഞാത ഭാഷയിലുള്ള ഒരു കുറിപ്പ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. ആ ഭാഷ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് അത് വായിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: നിങ്ങൾ സൂര്യപ്രകാശത്തിൽ എന്നെ സൂക്ഷിച്ചാൽ ഞാൻ ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. പിന്നീട് അതിൻ്റെ പ്രകാശം കാണേണ്ട അവസരത്തിൽ അവർ സൂര്യപ്രകാശത്തിൽ അത് സൂക്ഷിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പേടകത്തിന് സൂര്യപ്രകാശം വലിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. വലിച്ചെടുത്ത പ്രകാശം രാത്രിയിൽ അത് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇരുൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ ദീപങ്ങളായി എന്നെയും നിങ്ങളെയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഈ ദീപം പ്രകാശിക്കണമെങ്കിൽ നീതിസൂര്യനായ കർത്താവിങ്കിൽ നിന്ന് നാം പ്രകാശം പ്രാപിക്കണം. ഈ പ്രകാശം പ്രാപിക്കണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവവചനവുമായും മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവമുഖം ദർശിക്കുമ്പോഴാണ് ആ ദൈവിക പ്രകാശം നമ്മളിലും ഉൾക്കൊള്ളുവാനായി നമുക്ക് സാധിക്കുന്നതും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുവാനായി നമുക്ക് സാധിക്കുന്നതും. ആ നീതിസൂര്യനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വെളിച്ചമാകുന്ന അങ്ങയെ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നോക്കുവാൻ കർത്താവെ, അങ്ങയുടെ ആ ശക്തിയുള്ള വെളിച്ചം ഞങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജ്യോതിസുകളെ പോലെ ഞങ്ങൾ പ്രകാശിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.